ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഹമാസ് ഇസ്രായേൽ ഹിസ്ബുള്ള കോൺഫ്ലിക്റ്റിനെ പറ്റിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, ഹമാസ് വെടിനിർത്തൽ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ബാസനെയും AFP ന്യൂസിനോട് പറഞ്ഞു. അപ്പോൾ വെടിനിർത്തൽ നിർദ്ദേശം അവതരിപ്പിച്ച് അത് ഇസ്രായേൽ ഹമാസിൻ്റെ വ്യവസ്ഥയിൽ സ്വീകരിക്കുകയും ചെയ്താൽ വെടിനിർത്തലിന് തയ്യാറാണെന്നാണ് ഹമാസ് പറഞ്ഞത്. അപ്പോൾ ആക്രമണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനോട് സമ്മർദ്ദം ചെലുത്താൻ US-നോടും ട്രംപിനോടും ആവശ്യപ്പെടുകയാണ് ബാസനെയും ചെയ്തത്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഫസ്റ്റ് തുടക്കമാണ്. അപ്പോൾ അതിൽ ഖേദിക്കുന്നില്ലെന്നുമാണ് ബാസനെയും പറഞ്ഞത്. സ്വയം പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഖേദിക്കാൻ തോന്നുക? ആർക്കും ഖേദിക്കാനൊന്നും തോന്നല്ല. കാരണം എന്ത്? ഭീകരത്തലവൻ നെതന്യാഹു 40,000 ആൾക്കാരല്ലേ കൊന്നത്. അതുകൊണ്ട് ആർക്കും ഖേദിക്കാൻ തോന്നൂല. നെതന്യാഹു എന്താണ് പറഞ്ഞത്? ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ വിശദീകരണമാണ്. ഇതുവരെ ഒരു വെടിനിർത്തൽ കരാറിലേക്കും നെതന്യാഹു പോയിട്ടില്ല. അപ്പോൾ ഹമാസുമായിട്ടുള്ള ഒരു സമ്പൂർണ്ണ വിജയമാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത്. അപ്പോൾ ഹമാസുമായുള്ള ഒരു സമ്പൂർണ്ണ വിജയം നേടുന്നതിന് വരെ ഒരു വെടിനിർത്തൽ കരാറിനും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഹമാസിനോട് ഇസ്രായേൽ ജയിച്ചോ? ഇല്ല. എന്തുകൊണ്ട്? അപ്പോൾ 40,000 ആൾക്കാരെ കൊന്നു, കുട്ടികളും സ്ത്രീകളും അടക്കം. 1 വർഷത്തോളമായി അവിടെ ഗാസയിൽ ബോംബിട്ടിട്ട് അവിടെ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഇപ്പോഴും തുടരുന്നു എന്നല്ലാതെ ഒരു നേട്ടവും അദ്ദേഹത്തിന് കിട്ടിയില്ല, ഇല്ലെങ്കിൽ ഇസ്രായേലിന് കിട്ടിയില്ല. ഹമാസിനെ ഇല്ലാതാക്കിയിട്ട് ഗാസ എന്ന ചെറിയ തുരുത്തിനെ ഒരു ആളില്ലാ മരുഭൂമിയാക്കി മാറ്റും എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്ത അദ്ദേഹം കണക്കിന് വാങ്ങിക്കൂട്ടുന്നു. ഇപ്പോൾ നെതന്യാഹു ഇപ്പോൾ ബങ്കറിലാണ് താമസം. അപ്പോൾ ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പക്ഷേ ഹമാസ് കൊണ്ടുപോയ ബന്ദികളെ ഇങ്ങോട്ടേക്ക് തിരികെ കിട്ടിയിട്ടുമില്ല അവർ. ഇതിൽ പലരും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ മരിച്ചു പോയിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ടുള്ളത്. ഈ ദിവസം ഗാസയിൽ ഇസ്രായേൽ ഭീകരപ്പടയിലെ ഒരു 3 സൈനികരെയാണ് കൊലപ്പെടുത്തിയത്. നമ്പർ 3, ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തൽ കരാർ. അപ്പോൾ അതിൻ്റെ വിശദീകരണം. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അപ്പോൾ ലബനാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം രൂക്ഷമാക്കിയ സാഹചര്യത്തിൽ അപ്പോൾ വെടിനിർത്തൽ കരാറിനുള്ള ചർച്ചകൾക്കായിട്ട് ഒരു US പ്രതിനിധി ലബനാനിലേക്ക് മടങ്ങുന്നു പ്രതീക്ഷിക്കുന്നതായിട്ട് BBC റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ അദ്ദേഹം സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിസ്ബുള്ളയിലും ഇസ്രായേലിലും സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെയായിട്ടാണ് അവിടേക്ക് വന്നത്. ഹിസ്ബുള്ളയെ വെടിനിർത്തൽ സമ്മതിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ സമീപകാല ഇസ്രായേലിൻ്റെ ആക്രമണം. ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഹിസ്ബുള്ളയുടെ ഒരു മിസൈൽ ഷോ ആണ്. ഇവിടെ മിസൈൽ ശകലം വീണിട്ട് ടെൽ അവീവിൽ 5 പേർക്ക് പരിക്കേറ്റിരുന്നു.